ഹലോ, ഹലോ. ലിയാഖ് സാഹിബ് അല്ലേ? അതെ. എൻ്റെ പേര് സാദിഖ് എന്നാണ്. ആ ഒരു സംശയം ചോദിച്ചോട്ടെ, തിരക്കാണോ? എന്ത് പറ്റി പറയൂ. പിന്നെ നിങ്ങൾ ഈ സൂറത്ത് തൗബയിലെ ഒരു അഞ്ചാമത്തെ ആയത്തിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ആ ആ, അതിന്റെ പശ്ചാത്തലം നിങ്ങൾ യുദ്ധ സന്ദർഭമല്ല എന്നല്ലേ നിങ്ങൾ സമർത്ഥിക്കുന്നത്? മനസ്സിലായില്ല, എന്താ പറഞ്ഞ? അതിന്റെ സന്ദർഭം യുദ്ധ സന്ദർഭത്തിലുള്ള ആയത്തല്ല, അതിന്റെ സബബ് നുസൂൽ എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതെ. പക്ഷെ അതിന്റെ തൊട്ട് മുന്നത്തെ ആയത്തില് അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ടല്ലോ. എന്താ പറയണേ? നിങ്ങൾ വായിച്ചതല്ലേ? അതിന്റെ എന്തോ? നിങ്ങൾ ഇതൊക്കെ വായിച്ചതല്ലേ? അതെ അതെ. അതിന്റെ തൊട്ട് മുമ്പത്തായത്തിൽ എന്താ പറയണേ? എന്താ അതിന്റെ സന്ദർഭം? അതിന്റെ തൊട്ട് മുമ്പത്തെ സന്ദർഭം, ഒരു മിനിറ്റ്, ഞാൻ എന്റെ കൂട്ടുകാരുണ്ട്, എന്റെ ആയത്ത് കൃത്യമായിട്ട് ഞാൻ കൂട്ടുകാരനെ കൊടുക്കായിരുന്നു. ഹലോ, ആ എന്തുകൊണ്ടാണ് നിങ്ങളത് യുദ്ധസന്ദർഭം അല്ല എന്ന് പറയാൻ കാരണം? യുദ്ധസന്ദർഭം അല്ലാത്തോണ്ട്. അതിന് നിങ്ങൾക്ക് എവിടുന്ന തെളിവ് കിട്ടിയേ? യുദ്ധസന്ദർഭം അല്ല എന്നുള്ളത് ആ ആയത്തിലുണ്ടല്ലോ. എങ്ങനെ അവിടെ ഒരു അത് പ്രദേശത്ത് എങ്ങനെയാണ്? ഇപ്പം എന്താ പറയാ, ഒരു പ്രത്യേക കാല സമയം കൊടുത്തിട്ട് അവിടെയുള്ള ആളുകൾക്ക് മുസ്ലിം ആവുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്നുള്ള ഒരു അന്ത്യശാസനാണ് ആ ഖുർആൻ വചനത്തിന്റെ ചുരുക്കം. ആ തൗബയുടെ പശ്ചാത്തലം എല്ലാം അതാണ്. അതിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് കൺഫ്യൂഷൻ? എന്താണ് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അല്ല, പറയാനുള്ള നിങ്ങളുടെ ലോജിക്ക് എന്താന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മറുപടി പറഞ്ഞുതരാം. യുദ്ധം ഹറാമാക്കിയ മാസമാണ് യുദ്ധം എന്നാണല്ലോ ഹറാമാക്കിയ അതില്. മാസമല്ല ആ 4 മാസം എന്ന് പറയുന്നത്. അതെ. അല്ല, പിന്നെ യുദ്ധം അറബികൾക്കിടയില് ഹറാമാക്കിയ ഒരു മാസത്തിലല്ല. മിനിറ്റ്. അത് കഴിഞ്ഞാല് അറബികൾക്കിടയില് പൊതുവിൽ യുദ്ധം ഹറാമായി ഗണിക്കപ്പെടുന്ന 4 മാസങ്ങൾ ഉണ്ടായിരുന്നു. ആ 4 മാസമല്ല ഇവിടെ പ്രതിപാദ്യ വിഷയം എന്ന് ഏറെക്കുറെ എല്ലാ മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഈ അതെ. പ്രഖ്യാപനം വന്നിട്ടുള്ള 4 മാസമാണ്. അതായത് 4 മാസത്തെ അന്ത്യശാസനാണ് അവിടെയുള്ള ആളുകൾക്ക്. ആ 4 മാസം കഴിഞ്ഞാല് ഒന്നുകിൽ മുസ്ലിം പിന്നെ ആവുക നിങ്ങള് അല്ലെങ്കിൽ അവരെ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊല്ലുക. അതന്നെ. അപ്പൊ മനസ്സിലായി ഇതെന്താണ് യുദ്ധവുമായി ബന്ധപ്പെട്ടതല്ലാന്ന്. കാരണം യുദ്ധം ഹറാമാക്കിയ മാസമാണെങ്കിൽ അങ്ങനെയൊന്നും പോണ്ട. ഇത് ഈ വചനം ഇറങ്ങുന്ന സമയത്ത് മക്കാരുമായിട്ട് ഏതെങ്കിലും ഒരു യുദ്ധം എൻഗേജ് ചെയ്യുന്നില്ല. അല്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, ഏതാണ് അത് യുദ്ധം എന്ന് പറഞ്ഞോളി. അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? ഇങ്ങനെ ഒരു വിഷയം, ഈ ഒരു 4 മാസം യുദ്ധം ഹറാമാക്കിയ മാസമാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് അല്ല, ചെയ്യാം? ആ ഈ 4 മാസം യുദ്ധം ഇപ്പൊ തന്നെ ഹറാമാക്കിയ മനസ്സിലായല്ലോ. മാസമല്ല. അതല്ലേ പറഞ്ഞത്. ഈ 4 അല്ല, മാസം എന്ന് പറയുന്നത് യുദ്ധം ഹറാമാക്കിയ 4 മാസമല്ല. ഏത് ഇത് 4 മുഹമ്മദ് മാസം? നബി പറഞ്ഞ 4 മാസത്തെ പ്രഖ്യാപനമാണ്. അത് അവധി കൊടുക്കണം, 4 മാസത്തെ അവധി. അത് ആരെ പറഞ്ഞു? അത് എവിടുന്ന് കിട്ടി? അത് നിങ്ങൾ വായിച്ചു നോക്കി. നിങ്ങൾ ഇതിന്റെ തഫ്സീറൊക്കെ വായിച്ചു. അല്ല, അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? എല്ലാ നിങ്ങൾ ഏത് തഫ്സീറുകളിലും ഉണ്ട്. തഫ്സീറിന്റെ അമാനി മൗലവിന്റെ തഫ്സീർ വേണമെങ്കിൽ എടുത്ത് ഒരു നോക്കിക്കോളി. തഫ്സീർ പറയ്, ഏതെങ്കിലും ഒരു തഫ്സീർ പറയ്. നിങ്ങൾ അമാനി മൗലവിന്റെ തഫ്സീർ എടുത്ത് നോക്കിക്കോളി. ഈ അമാനി മൗലവി ആരാ? തഫ്സീർ എന്ന് പറഞ്ഞാല് മലയാളത്തിലുള്ള നിങ്ങൾ പിന്നെ ഇനിയിപ്പോ ഏതാ വേണ്ടത്? മലയാളത്തിലുള്ളതല്ലല്ലോ തഫ്സീറായിട്ട് ഉദ്ധരിക്കേണ്ടത്. നിങ്ങൾക്ക് എത്രയോ തഫ്സീറുകള്. നിങ്ങൾക്ക് പിന്നെ ഏത് തഫ്സീറാ വേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക്? നിങ്ങൾ പറയും ഏതാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോ അറിയുന്ന ഞാൻ അമാനി മൗലവിക്ക് ഖുറാൻ തിരിയാത്തോണ്ടാണ്. പോട്ടെ, ഏതാണ് ആ 4 മാസങ്ങൾ പറയും. ഈ അമാനി മൗലവി എന്നുള്ളതല്ലല്ലോ നമ്മൾ പരിഗണിക്കേണ്ടത്. അമാനി മൗലവിനെ വിട്ടാളി. അമാനി മൗലവിക്ക് ഖുറാൻ തിരിയില്ല, വിട്ടാളി. നിങ്ങള് പിന്നെ ഇനിയിപ്പോ മലയാളത്തിൽ ഖുർആൻ പരിഭാഷ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ മുൻകഴിഞ്ഞ് പോയ പണ്ഡിതന്മാരായ അറബി പണ്ഡിതന്മാര്, ഉദാഹരണത്തിന് പിന്നെ തഫ്സീർ തൊബരി പോലുള്ള അങ്ങനത്തെ കുറെ ഇമാമിങ്ങളുണ്ടല്ലോ. ആ പണ്ഡിതന്മാർ തബരിയോ ഇബ്നു കസീറോ എടുത്തോളി. ഇബ്നു കസീറിലൊക്കെ അതന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും 4 മാസം ഇതല്ല. നിങ്ങൾ ഈ പറഞ്ഞ 4 മാസം അല്ല. എന്താ പറഞ്ഞത്? അതാ പറഞ്ഞത് നിങ്ങള്. അത് ശരി, അതാണ് ഞാനീ പറഞ്ഞത്. ഇത് യുദ്ധം നിഷിദ്ധമാക്കിയ 4 മാസമല്ല.
ഇത് ഉമറിനെ പറഞ്ഞയച്ചിട്ട് ഉമറിന് തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. അബൂബക്കറിന്റെ പിന്നാലെ ഉമറിനെയോ അലിയോ പറഞ്ഞയച്ചിട്ട് അവിടെ നടത്തുന്ന പ്രഖ്യാപനമാണ്. ആ വിലക്കപ്പെട്ട മാസം 4 മാസങ്ങൾ കഴിഞ്ഞാല് മീൻസ് മുഹമ്മദിന്റെ പ്രഖ്യാപനമാണ് മക്കാരെ സംബന്ധിച്ച്. 4 മാസം അവർക്ക് സമയം കൊടുക്കുക. ഒരു പ്രത്യേക ദിവസം മുഹമ്മദ് മക്കാരുമായിട്ടുള്ള എല്ലാ എന്താ പറയാ എന്തെങ്കിലും എല്ലാ ബാധ്യതകളും ഒഴിവായിരിക്കുന്നു. 4 മാസത്തെ സമയം കൊടുക്കുന്നു. ആ 4 മാസം കഴിഞ്ഞാൽ മുസ്ലിം ആവാൻ തയ്യാറാവാത്ത ആൾക്കാരെ കൊല്ലണം. ഏത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ പറയണത്? നിങ്ങൾ ആദ്യം ഖുർആൻ എന്തെങ്കിലും ഒരു അല്ല, നിങ്ങൾ ഏതിന്റെ അടിസ്ഥാനം? നിങ്ങൾ ഇപ്പൊ എന്നോട് വർത്തമാനം പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിലാ? അല്ല, നിങ്ങളൊരു തഫ്സീർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ ഇബ്നു കസീർ നിങ്ങൾ പറഞ്ഞ ഇത് വെച്ച് നോക്കുന്നുണ്ട്. ഇബ്നു കസീറിൽ നിങ്ങൾ ഏത് ഇബ്നു കസീറിന്റെ എന്തിലാ നോക്കണം? നിങ്ങൾ പറയും, നിങ്ങൾ വിശദീകരിക്കാം, നമുക്ക് പരിശോധിക്കാലോ. നിങ്ങൾ പറയും, നിങ്ങൾ തെളിവ് വെച്ചിട്ട് പറയും. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കുക. ഇല്ല അങ്ങനെ നിങ്ങള് ഞാൻ പറഞ്ഞത് തെറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മലയാളത്തിൽ നിന്നുള്ള തഫ്സീർ നിങ്ങളോട് പറഞ്ഞു. അമാനി മൗലവിന്റെ തഫ്സീർ ശരിയല്ല നിങ്ങൾ പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, നിങ്ങൾ ശരിയായ തഫ്സീർ എടുത്തോളി. അത് നിങ്ങൾ വായിക്കുക, എന്നിട്ട് പറഞ്ഞേരി. നിങ്ങൾ ഇതിൽ തെളിവായിട്ട് കണ്ട ആ തഫ്സീറിന്റെ ആ ഉദ്ധരണി നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് അമാനി മൗലവിനെ ഇപ്പൊ നിങ്ങൾ അംഗീകരിക്കൂലല്ലോ. ഈ അമാനി മൗലവി എന്നുള്ളതല്ലോ ഇപ്പൊ ഈ അമാനി മൗലവി എന്നുള്ളത് ഇപ്പൊ നമ്മളെ ഈ അടുത്ത കാലത്ത് നിങ്ങൾ എന്ത് ഞാൻ പറഞ്ഞത് നിങ്ങള് ഇതുപോലുള്ള ഞാൻ പറഞ്ഞില്ല പറഞ്ഞു ഏതാണ് വിലക്കപ്പെട്ട 4 മാസങ്ങൾ എന്നുള്ളതാണോ നിങ്ങളെ പ്രശ്നം? അതെ. അതോ പിന്നെ എന്താ പറയാ ഈ ആയത്തിൽ അങ്ങനെ ആശയം ഉണ്ടോ ഇല്ല എന്നുള്ളതാണോ നിങ്ങളെ പ്രശ്നം? ആയത്തിൽ അങ്ങനെ ആശയം ഉണ്ടോ എന്നുള്ളതും പ്രശ്നമാണ്. ആ പ്രശ്നം ഇതുമായി കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം എന്താ നോക്കേണ്ടത്? അതെന്താ നോക്കേണ്ടത്? നിങ്ങൾ പറയും. നിങ്ങൾ പറയേ മുഹറം തുടങ്ങിയിട്ടുള്ള 3 മാസവും പിന്നെ അങ്ങനെ റജബ്, ഇങ്ങനെ ഒരു 3-4 മാസങ്ങൾ യുദ്ധം വിലക്കപ്പെട്ടമായ മാസങ്ങളായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഈ 4 മാസമല്ല ഈ പറയപ്പെട്ട സൂറത്ത് തൗബയിൽ പറഞ്ഞ 4 മാസം എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ള ഒരു 3-4 തഫ്സീറുകളിൽ എനിക്ക് ഓർമ്മയിലുള്ളത്. മലയാളത്തിൽ ഏറ്റവും ഇടക്കിടക്ക് ഞാൻ എടുത്ത് ഉപയോഗിക്കുന്ന തഫ്സീറാണ്. എന്തൊരു കഷ്ടാണ് ഇപ്പൊ നിങ്ങളോട് പറയാ. നിങ്ങൾ ഒരു തർക്കത്തിന് വിളിച്ചാണോ കാര്യത്തിൽ കൃത്യതയ്ക്ക് വേണ്ടി വിളിച്ചാണോ? അല്ല, ഞാൻ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി. എന്നാ പറയും. അപ്പൊ നിങ്ങൾക്ക് മാത്രം നിങ്ങൾക്ക് ക്ലാരിറ്റി ഒന്നുമില്ല. അതാ ചോദിക്കണത്. നിങ്ങളിത് കൊണ്ടുപോകുന്നത് പിന്നെ ആദ്യം ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം കേട്ടിട്ടാണ് നിങ്ങൾ വിളിക്കണേ? അതെ. എന്നാ ഞാൻ പറഞ്ഞ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് തടസ്സം? അതൊന്ന് പറയും. നിങ്ങൾ പറഞ്ഞത് എന്താ അറിയോ? നിങ്ങൾ അയാളടുത്ത് കൊടുക്കി, നിങ്ങൾ മറ്റേടത്ത് കൊടുക്കല്ലേ? മറ്റേടത്ത് കൊടുക്കി. നിങ്ങൾ പറഞ്ഞത് പിന്നെ ഈ ആയത്ത് യുദ്ധ സന്ദർഭത്തിൽ അല്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്. എവിടെ ഞാൻ പറഞ്ഞത്? അല്ല, നിങ്ങൾക്ക് അങ്ങനെ ആശയമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോ തർക്കിക്കുന്ന പോലെ എനിക്കും തർക്കിക്കാൻ അറിയാം. അത് കാണിച്ചു തരാണ്. ഞാൻ ആ പറഞ്ഞൊന്ന് കേൾപ്പിച്ചാണ് ഇന്നലെ. അല്ല, ഏത് വീഡിയോയിൽ എത്രാമത്തെ മിനിറ്റിൽ പറയും? അല്ല, ഇപ്പൊ അല്ല, നിങ്ങളെ തർക്കത്തിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായതുകൊണ്ട് ആ പണി എനിക്ക് അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അപ്പൊ നിങ്ങൾ പറയും. അല്ല, നിങ്ങൾ പറയും ഞാൻ ഏത് വീഡിയോയിൽ എത്രാമത്തെ മിനിറ്റിലാണ് അങ്ങനെ പറഞ്ഞത്? അല്ല, നിങ്ങളെ തർക്കത്തിന്റെ സ്വഭാവം മനസ്സിലായതുകൊണ്ട്. ഹലോ, നിങ്ങൾ ഉറങ്ങിക്കിടക്കണ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ കട്ട് ചെയ്ത് പോവാ? നിങ്ങള് എല്ലാ യൂട്യൂബിൽ പറയുന്ന വാക്കാണ് എന്ത്? അല്ല, ഒരു മിനിറ്റ് പറഞ്ഞുതരാം. പറയട്ടെ, ഞാൻ പറയട്ടെ സുഹൃത്ത്, ഞാൻ ഒരു മിനിറ്റ് പറയട്ടെ. നിങ്ങൾ ഫോൺ കട്ട് ചെയ്ത് പോയതല്ലേ? ഞാൻ ഇപ്പൊ തിരിച്ചങ്ങോട്ട് വിളിക്കല്ലേ? കേക്കിങ്ങള്. അതായത് ഉറങ്ങാൻ കിടക്കണ 11 മണിക്ക് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ഒരു സംസാരം സംസാരിക്കുമ്പോ അതിൽ കാര്യങ്ങൾ സംസാരിക്കാനല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും വെറുതെ തർക്കിച്ച് എന്തോ പറഞ്ഞൊപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വേറൊരാളെയും കൊണ്ട് വന്നതെന്ന് മനസ്സിലായതുകൊണ്ടാണ് ആളുടെ അതേ തർക്ക സ്വഭാവത്തിൽ അങ്ങനെ തിരിച്ചു തർക്കിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക നിങ്ങളോട് ചോദിച്ചത്.
ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ തഫ്സീറുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ലിയാഖത്ത് അതുകൊണ്ട് നിങ്ങൾ ആരെയാണോ ഫോൺ നേരത്തെ ലിയാഖത്ത് ഏൽപ്പിച്ചത് അയാൾ പറയട്ടെ, അയാളെടുത്ത് കൊടുക്കും ഫോൺ. അയാൾ തന്നെയാണ് ഞാൻ ആ സംസാരിക്കുന്നത്. ഇനി നിങ്ങൾ പറയൂ, ഇനി നിങ്ങൾ പറയൂ, എന്താ നിങ്ങളെ തർക്കം? പിന്നെ ലിയാഖത്ത് സാഹിബിൻ ഞാന് നിങ്ങളുടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ കണ്ട ആൾ തന്നെയാണ്. ഉം നിങ്ങളുടെ രീതികളും മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ ഉം സംസാരിക്കുന്നത്. ഉം പക്ഷെ നിങ്ങള് ഇതില് പിന്നെ ക്ലാരിഫൈ വരുത്തുന്നിടത്ത് നിങ്ങൾക്ക് നിങ്ങള് കൊണ്ടുപോകുന്ന റൂട്ട് നമ്മള് ഏതാണ് ഉദ്ദേശിച്ചതോ റൂട്ടിൽ, നമ്മൾ ഏതാണ് ഉദ്ദേശിച്ചതിന് പ്രശ്നം? മീൻസ് നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ അറിയാൻ വേണ്ടി ഉദ്ദേശിച്ച ഒരു മേഖലയിലേക്കല്ല നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ചർച്ച തുടരാൻ താല്പര്യമില്ല അല്ല, അങ്ങനെയല്ല, എന്നുള്ളത് കൊണ്ട് അങ്ങനെയല്ല. നമ്മൾ നിങ്ങൾ ഒരു അബദ്ധം കാണിക്കാൻ ശ്രമിച്ചു, നിങ്ങൾക്ക് കയ്യിൽ നിന്ന് പോയപ്പോ നിങ്ങൾ കട്ട് ചെയ്ത് പോയി, അതാണ് സംഭവിച്ചത്. അതെ അങ്ങനെ അങ്ങനെയാണ്. നിങ്ങൾ ഇനി ഇനി നിങ്ങൾക്ക് തഫ്സീറിൽ നിങ്ങൾക്ക് തെളിവാണ് വേണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഒരു മിനിറ്റ് പറയണത് കേക്ക്, കാരണം എന്താന്ന് വെച്ചാല് പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിച്ചതിന്റെ ചോദ്യത്തിന്റെ കാരണം നിങ്ങൾ വിഷയത്തിൽ സംസാരിക്കാനല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് തഫ്സീറാണ് വേണ്ടെങ്കിൽ ഇബ്നു കസീറിൽ നിങ്ങൾ നോക്കിക്കോളി. അമാനി മൗലവിന്റെ തഫ്സീർ പറ്റൂലെങ്കിൽ നിങ്ങൾ ജലാലൈനിന്റെ തഫ്സീർ എടുത്ത് നോക്കിക്കോളി. ഇതിലെല്ലാത്തിലും ഈ 4 മാസം ഏതാന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് അറിയാത്ത ആളാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ അമാനി എന്ന് പറഞ്ഞപ്പോ അമാനി എന്ന നിലവിളിക്കാണ്. അല്ല ഒരു മിനിറ്റ്, എന്റെ കയ്യിൽ ഇപ്പൊ ജലാലൈനി ഇല്ല. ജലാലൈന്റെ ഉദ്ധരണി നിങ്ങൾക്കൊന്ന് പറഞ്ഞു. തഫ്സീർ ഇബ്നു കസീർ ഉണ്ടോ നിങ്ങൾക്ക്? അല്ല നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞ ജലാലൈനിയുടെ തഫ്സീറിലും ഇബ്നു കസീറിന്റെ തഫ്സീറിലും ഒക്കെ കൃത്യമായിട്ട് ഇത് ഞാൻ ഈ കിടന്നുറങ്ങണോടത്ത് നിങ്ങൾക്ക് നീച്ചിട്ട് നിങ്ങൾക്ക് ഉദ്ധരണി വായിച്ചാലല്ലോ നിങ്ങൾക്ക് ഇത് നിഷേധിക്കാൻ താല്പര്യമുണ്ടോ? അതായത് ജലാലൈനിയിലും നിങ്ങൾ തീരെ കേൾക്കാതെ എങ്ങനെ ശരിയാവുക? നിങ്ങളുടെ ആ തർക്ക സ്വഭാവം ഒന്നും നടക്കൂല. സബ്ജക്റ്റ് ആണ് പറയുന്നത്, സബ്ജക്റ്റ് ആണ് നിങ്ങളോട് പറയുന്നത്. ജലാലൈനിയുടെ തഫ്സീറിലും ഇബ്നു കസീറിന്റെ തഫ്സീറിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ മാസങ്ങൾ ഏതാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കണ സമയം വേണോ നിങ്ങൾ എടുത്തോളി. ജലാലൈനി എന്ന് പറയുമ്പോ ഇബ്നു കസീർ എന്ന് പറയും. ഇതിങ്ങനെ മാറി കളിക്കണം. നിങ്ങൾക്ക് അമാനി പറ്റൂല എന്ന് പറഞ്ഞപ്പോഴല്ലേ ഞാൻ ഇബ്നു കസീർ പറഞ്ഞത്? അല്ലല്ലോ, ഒരു മിനിറ്റ്. നിങ്ങൾക്ക് അമാനി പറ്റൂലാത്തോണ്ടല്ലേ ഇബ്നു കസീർ പറഞ്ഞത്? ആ, നിങ്ങളടുത്ത് പേദ തഫ്സീർ ഉള്ളത് നിങ്ങൾ പറയും. നിങ്ങളടുത്ത് പേദ തഫ്സീർ ഉള്ളത് എന്റെ അടുത്ത് ഏതുണ്ടോ ഇല്ല എന്നുള്ളതല്ലല്ലോ വിഷയം. അല്ല, അപ്പൊ ഇബ്നു കസീറില് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഈ 4 മാസം ഏതാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഒന്ന് പറഞ്ഞു തന്നാ മതി. എന്തിനാ അത് പറഞ്ഞു തരുന്നത്? നിങ്ങൾ പരിശോധിച്ചോ. നിങ്ങൾക്ക് അതിൽ തർക്കമുണ്ടെന്നല്ലേ പറഞ്ഞേ? ഞാൻ ആ പറഞ്ഞത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? സുഹൃത്തെ കേക്കൂ. നിങ്ങൾ ഇപ്പൊ അവിടെ ഉദ്ധരണി വായിക്കാൻ നിങ്ങൾക്ക് ജലാലൈനി കയ്യിലില്ല. ഞാൻ നിങ്ങൾക്ക് ഇബ്നു കസീറിന്റെ ഉദ്ധരണി ഇപ്പൊ വായിച്ചു തരണം. എങ്ങനെയുണ്ട്? ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ജലാലൈനി വായിക്കാൻ വയ്യ, ഞാൻ നിങ്ങൾക്ക് ഇബ്നു കസീർ ഇപ്പൊ വായിച്ചു തരണം. അല്ലേ? അതല്ലേ നിങ്ങളെ വാദം? നിങ്ങളല്ലേ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നത്? ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നതിന്റെ ആ തെളിവ് ശരിയാണോ ശരിയല്ല എന്ന് പിന്നെ ഞങ്ങൾ പരിശോധിച്ചോ? ശരിയാണെങ്കിൽ നിങ്ങൾ ഒരു മിനിറ്റ് രീതി അനുസരിച്ച് തെളിവ് പറയും. പറഞ്ഞുതരാം കേട്ടോളി. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞ വാദങ്ങൾ തെറ്റാണെന്നൊരു വാദം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ല? ആദ്യം അത് പറയും. എനിക്ക് ഉറപ്പാണ് നിങ്ങളെ ശൈലി അതാണ്. നിങ്ങളെ ശൈലി എനിക്ക് മനസ്സിലായതാണ്. അല്ല, കൺക്ലൂഡ് ചെയ്യണ്ട. അങ്ങനെ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ പരാജയപ്പെട്ടു പോലാണ്. അതായത് നിങ്ങൾ സുഹൃത്തിന് വേണ്ടി ഇടപെട്ടിട്ട് നിങ്ങൾ ഉത്തരം മുട്ടി പോവാണിത്. നിങ്ങൾക്ക് ഇബാറത്ത് വായിച്ചാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പറയും. ഇതേ ചോദ്യം അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അറബി ഇബാറത്ത് വായിച്ചെന്നാൽ നിങ്ങൾ ഇവിടുന്ന് വീണ്ടും പോകും. ചോദിച്ചത് എങ്ങനെ? അതല്ല, അതിൽ കാര്യമില്ല. ഞാനും നേരത്തെ നിങ്ങളോട് ചോദിച്ചല്ലോ നിങ്ങൾക്ക് ആ വാദം ഉണ്ടോ എന്നുള്ളത്. പറഞ്ഞത് വാദം ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്റെ വാദം പറയാൻ എനിക്കൊരു മടിയില്ലല്ലോ. അല്ല, എനിക്ക് ഇങ്ങനെ ഈ തോന്നുമ്പോ നിലപാട് മാറ്റുന്ന ആൾക്കാരോട് സംസാരിക്കാൻ. ആരാ നിലപാട് മാറ്റി? നിങ്ങളെ സുഹൃത്ത് മാറ്റുന്നത്? നിങ്ങള് ഒരാളെ കൊണ്ട് ഒരു കാര്യത്തിന് വിളിപ്പിക്കുമ്പോ അതിന് പറ്റുന്ന ആളെ കൊണ്ട് വിളിപ്പിക്കണം. ഉത്തരം മുട്ടുമ്പോ ഓടിപ്പോകുന്ന ആൾക്കാരെയും കൊണ്ടൊന്നും ഈ പരിപാടിക്ക് വിളിക്കരുത്. ഇത്ര മാത്രമേ ഇപ്പോഴും എന്താണ് അഞ്ചാമത്തെ ആയത്ത് എന്തല്ല യുദ്ധ പശ്ചാത്തലല്ല. അതിന്റെ എന്ത് ഉദ്ധരണി നിങ്ങൾക്ക് വേണ്ടത്? അത് യുദ്ധ പശ്ചാത്തലത്തിലാണെങ്കിൽ ഉദ്ധരണി വായിച്ചോളി, പ്രശ്നം തീർന്നില്ലേ?
ഇബിന് ആ കസീറിലുള്ള നിങ്ങൾ പറയൂ ഇബിന് കസീറിന്റെ എവിടെ നിങ്ങൾ ആ കൊടുത്ത ആളെ തോടിക്ക് ഫോണ് നിങ്ങളത് നോക്കി നിങ്ങൾക്ക് ആ ഉദ്ധരണി ഒന്ന് പറഞ്ഞുതരാൻ കഴിയോ ഇല്ല ക്ലിയർ പറഞ്ഞുതരാൻ ആവൂല. പറ്റില്ല. ആദ്യം എന്നാ കാര്യങ്ങൾ ശരി, ഓക്കെ. സംസാരിക്കുക, എന്നിട്ടല്ലേ തെളിവ്. ഇങ്ങനെ പേടിച്ചോടുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ രാത്രി നിങ്ങൾ വിളിക്കാൻ നിൽക്കുമ്പോഴോ ഒരു കാര്യം ആദ്യം അവനവന്റെ വാദം വെക്കണം, എന്നിട്ടല്ലേ തെളിവ് പരിശോധിക്കല്, അല്ലേ? ഞാൻ ഉറങ്ങി കിടക്കുമ്പോ കിതാബും കൊണ്ട് കൈ പിടിച്ചിട്ടാ കിടന്നുറങ്ങണേ. കോമൺ സെൻസ് പറഞ്ഞ സാധനങ്ങൾക്കില്ലേ? ഒരു കാര്യം സംസാരിക്കുമ്പോ ആദ്യം ആർജവത്തോടെ സംസാരിക്കാൻ പറ്റണം. എങ്ങനെ? ഒരു മൊബൈൽ ആക്കി കിട്ടുന്ന കാര്യമുള്ളൂ കയ്യിൽ ഉത്തരക്ക് തഫ്സീർ. അപ്പൊ എന്താ നിങ്ങൾക്ക് ജലാലൈനിയിൽ തഫ്സീർ നിങ്ങളെത്തില്ല? നിങ്ങൾ ഓദിക്കോളി, നിങ്ങളൊക്കെ ഈ വാദം ഉള്ളത്. എനിക്ക് വാദം, ഞാൻ വാദിക്കുന്നിടത്ത് കൃത്യമായിട്ട് അത് കാണിക്കേണ്ടത് കാണിച്ചിട്ടാ പറയാ. അല്ലാതെ നിങ്ങൾ എന്നോട് അതിലൊരു എതിരഭിപ്രായം പറയാൻ വിളിക്കുമ്പോ നിങ്ങളടുത്ത് എന്തെങ്കിലും വേണ്ടേ? നിങ്ങളടുത്ത് വെറും ഈ തൊള്ള മാത്രമേ ഉള്ളൂ. അതിനാണ് ചോദിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ അതിന് എന്താ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വിളിച്ചാലേ ഇപ്പൊ നിങ്ങള് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യം പറയൂ, എന്നിട്ട് അത് തെറ്റാണെന്ന് നിങ്ങൾ നിങ്ങളുടെ വാദം വെക്കൂ. ഞാൻ പറഞ്ഞ വാദം തെറ്റാണെങ്കിൽ ആദ്യം ഞാൻ എന്ത് വാദമാണ് വെച്ചത്, അതിലെന്താണ് തെറ്റ്, അതിൽ ശരി ഇതാണ് നിങ്ങൾ പറയൂ, നാട്ടുകാർ കേക്കട്ടെ. ഹബീബേ, ഒരു ഒറ്റ വിഷയം പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് വാദം വെച്ചത് നിങ്ങൾക്ക് അറിയില്ലേ? അല്ല, അപ്പൊ നിങ്ങൾ ഇന്നോട് ഇപ്പൊ എന്തിനാ വിളിച്ചത്? ഇതിപ്പോ വാദപ്രതിവാദം ഒന്നും അല്ലല്ലോ, സംവാദമല്ലല്ലോ. ഞാൻ പൊതു ഇടത്തിൽ പറഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു വാദം അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനല്ലേ ഇപ്പൊ നിങ്ങൾ വിളിച്ചത്, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ വാദം എന്തായിരുന്നു, അതിലെ തെറ്റെന്തായിരുന്നു, അതിന്റെ ശരി എന്താണ്, അതിന് പറയല്ലേ ചെയ്യേണ്ടത്. അത് നിങ്ങൾ പറയുമ്പോഴല്ലേ അതിന് ക്ലാരിറ്റി വരിക. അങ്ങനെയല്ല. അല്ലല്ല, ഞാൻ പറയട്ടെ. നമ്മള് വിളിച്ചത് ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ആ ഉദ്ദേശിച്ച നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന ആ വാദം ഉണ്ടല്ലോ, ആ വാദം ഏത് ഉദ്ധരണിയുടെ അടിസ്ഥാനത്തിലാണ്? ഇബ്നു കസീറിന്റെ തഫ്സീറിലും ജലാലൈന്റെ തഫ്സീറിലും സൂറത്തു തൗബയുടെ 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് അതിന്റെ തഫ്സീർ വായിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരയിൽ കിട്ടും. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ആ ഉദ്ധരണി മൊത്തം കുത്തിയിരുന്നിപ്പോ എനിക്ക് വായിച്ചു തരാൻ സൗകര്യം ഇല്ല എന്നാ പറഞ്ഞത്. രാത്രി 11 മണിയാണേ. നിങ്ങളെ കയ്യിൽ കിതാബ് പരിശോധിക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടോ? ഇനി നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ ആ ജലാലൈനിയിലും ഇബ്നു കസീറിലും ഒക്കെ ഈ പറഞ്ഞ മാസഗണനകൾ, ഒരു മിനിറ്റ്, ഞാൻ മാസം ഏതാ നിങ്ങൾക്ക് പറയണോ? നേരത്തെ പറഞ്ഞിടത്ത് തന്നെ നമുക്ക് ഒരു ക്ലാരിഫൈ ചെയ്ത് പോവാ. നിങ്ങൾക്ക് ആ ഇത് വായിച്ചു തരാൻ നിങ്ങൾക്ക് ഇപ്പൊ കഴിയൂലല്ലോ. ഇല്ല, ഇപ്പൊ വായിക്കൂല, അതിന്റെ ആവശ്യമില്ല, വായിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് ഞാൻ ആ പറഞ്ഞത് തെറ്റാണെന്ന് വാദമുണ്ടോ? ഇബ്നു കസീറിലും ജലാലൈനിയിലും ഈ കാലഗണന പറഞ്ഞിട്ടില്ല എന്ന് വാദമുണ്ടോ? ഇല്ലേ? ഒരു ഉണ്ട് എന്നുള്ളതിനല്ല തെളിവാണെന്നല്ല നിങ്ങൾ എല്ലാത്തിനും ഉണ്ട്. ഇബ്നു കസീർ 4 മാസങ്ങളുടെ തുടക്കം യൗമുൻ നഹ്ൽ തുടങ്ങിയിട്ട്, അതായത് ദുൽഹജ്ജ് 10 മുതലാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇബ്നു കസീർ. ഇബ്നു അബ്ബാസും പറഞ്ഞിട്ടുണ്ട്, അബൂ ഹുറൈറ ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതിങ്ങനെ ഓരോ ആൾക്കാർ ഉണ്ട്. അത് നിങ്ങളോട് ഫോണിൽ സംസാരിക്കുമ്പോ ഫോണിൽ ഇപ്പൊ നിങ്ങൾ എന്നെ വിളിക്കുകയാണ് 11 മണിക്ക്, അല്ലേ? 11 മണിക്ക് നിങ്ങൾ എന്നെ വിളിക്കുന്നു, ഞാൻ പറഞ്ഞ വാദം തെറ്റാണ് എന്ന് പറയുന്നു. അത് തെറ്റാണോ? തെറ്റാണ്. സ്ഥാപിക്കുക. പരിപാടി തീർന്നില്ലേ? നിങ്ങളിപ്പോ പ്രിപ്പയർഡ് ആയിട്ട് വിളിച്ചാണല്ലോ. ഞാൻ കിടന്നുറങ്ങാൻ കിടന്നതാണ്, ഞാൻ ഉറങ്ങാൻ കിടന്നോടന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. പറയും എന്താണ് ഇനി? ഞാൻ എന്റെ വാദം ഒന്നുകൂടി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് വെച്ചുതരാം. നിങ്ങൾക്ക് തെളിവ് പരിശോധിക്കാനും ഇതിലൊരു മുഖാമുഖമോ വാദപ്രതിവാദമോ ആളുകളുടെ ഇടയിൽ നടത്താൻ താല്പര്യം നിങ്ങൾ വന്നോളി. എന്റെ വാദം ഒന്നുകൂടി വെച്ചുതരാം. 4 മാസത്തെ അൾട്ടിമേഷൻ മീൻസ് അൾട്ടിമേറ്റം കൊടുക്കുകയാണ് മക്കക്കാരായിട്ടുള്ള മനുഷ്യർക്ക്. 4 മാസത്തെ അവധി, ജനറൽ ആയിട്ട് 4 മാസത്തെ അവധി കൊടുക്കുകയും ആ 4 മാസത്തിനകത്ത് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവാത്തവരെ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയണം എന്ന മുഹമ്മദിന്റെ ഉത്തരവാണ് സൂറത്തു തൗബയുടെ പശ്ചാത്തലം. അതവിടെ ഒരു യുദ്ധ സന്ദർഭത്തിലും അല്ല പറയുന്നത്. അവിടെ ആ സമയത്ത് മക്കക്കാര് മുഹമ്മദുമായിട്ട് യാതൊരു യുദ്ധവും നടക്കുന്ന ഘട്ടത്തിൽ അവർ അവതരിച്ച ആയത്തേ അല്ല ഇത്. ഇത്രയാണ് എന്റെ വാദം. ഇത് തെറ്റാണോ ശരിയാണോ?
ഓക്കെ എന്റെ ഓക്കെ ഈ ഓക്കെ വാദം ഞാൻ തെറ്റാണോ പറഞ്ഞത് ശരിയാണോ എന്താണെന്ന് വെച്ചാൽ തെളിവൊക്കെ നമുക്ക് പരിശോധിക്കാം. പറയൂ. ഓക്കെ ഞാൻ അല്ല ഞാന് നിങ്ങളുടെ നിങ്ങളുടെ വാദം തെറ്റാണ് പറയൂ. ശരിയാണ് അങ്ങനല്ല നിങ്ങളുടെ വാദം പറയൂ. ഞാനിപ്പോ ഞാൻ ഈ പറഞ്ഞ തെറ്റാണ് കാര്യം ശരിയാണ് ശരിയാണോ തെറ്റാണോ? ഒന്നും പറയുന്നില്ല. ഇല്ല ഞാൻ ഇനി നിങ്ങളായിട്ട് കൂടുതൽ ചർച്ചയിലേക്ക് ഇല്ല. ചർച്ച ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വെറുതെ ഒരു ബഹളം ഉണ്ടാക്കി നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന ആളെ വിളിച്ചിട്ട് കിതാബ് വായിക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് കിതാബ് വായിക്കാൻ പറ്റിയില്ലല്ലോ, ലിയാക്കത്ത് തോറ്റു, ഓൻ പറഞ്ഞതിനൊന്നും തെളിവ് എൻ്റെ അടുത്തില്ല എന്ന് പറയാൻ വിളിച്ചാലേ ഇപ്പൊ നിങ്ങള് അതിന് വിളിച്ചാലേ നിങ്ങള് ഇത് ഈ അറബി ഇബാറത്ത് നിങ്ങൾക്ക് എടുത്ത് വായിച്ചു തന്നാൽ എന്താ സംഭവിക്കുക? നിങ്ങളിവിടെ ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി അതിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് നിങ്ങളെ തുടക്കത്തിലെ തർക്കത്തിൽ മനസ്സിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ചാ തർക്കം ഇട്ട് തന്നപ്പോ നിങ്ങൾ ഫോൺ കട്ട് ചെയ്ത് ഓടിപ്പോയത്. മനസ്സിലായോ? നിങ്ങളുടെ നമ്പർ എനിക്ക് മനസ്സിലാവുകയും ആ നമ്പർ തിരിച്ച് നിങ്ങൾക്ക് ഇട്ട് തന്നപ്പോ നിങ്ങൾ കട്ട് ചെയ്ത് ഓടിപ്പോവാണ് ചെയ്തത്. നിങ്ങൾ പറഞ്ഞേ. പക്ഷെ ഞാൻ നിങ്ങളെ വിടുവോ? ഇല്ലല്ലോ. എന്നോട് മനസ്സിലായോ? ഞാൻ നിങ്ങളെ വിടൂല. പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഇത് ശരിയല്ല എന്നുള്ളതിന് നിങ്ങളുടെ അടുത്ത് എന്താ തെളിവുള്ളത്? ശരിയാണോ അല്ലേ നിങ്ങൾ ആദ്യം ശരിയല്ല എന്ന് പോലും പറയാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. നിങ്ങൾ നിങ്ങളുടെ വാദം പോലും പറയുന്നില്ല സുഹൃത്തെ. ഞാൻ വീണ്ടും എന്റെ വാദം പറഞ്ഞു. ഇബ്നു കസീറിലും ഇല്ല എന്നതിന്റെ തെളിവ് എന്താ? നിങ്ങൾ ഇബ്നു കസീറിൽ ഉണ്ട് ഇല്ല എന്നുള്ളതിന് തെളിവ് വയ്ക്കാൻ എനിക്ക് വട്ടൊന്നുമില്ലല്ലോ. ഇബ്നു കസീറിലും ഇബ്നു ജലാലൈനിയിലും ഒക്കെ ഈ സാധനം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളോട് തെളിവ് വയ്ക്കോ? ഇത് തൊട്ടു മുമ്പ് നിങ്ങളല്ലേ ചോദിച്ചേ? ഞാൻ അതാണോ ചോദിച്ചേ? നിങ്ങൾക്ക് തീരെ മലയാളം മനസ്സിലാവണ്ടായ മനുഷ്യ. നിങ്ങൾക്ക് ബേജാറിലാണത്. ആകെ കൂടെ ഒരു ബേജാറ് പൂണ്ടതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല. ഒന്ന് സമാധാനമായിട്ട് ആലോചിക്കും. ഒന്ന് റിലാക്സ് ചെയ്യും. നമുക്ക് ഇപ്പൊ തീരുമാനം. റിലാക്സ്. അല്ല ഞാൻ ഈ ചാനൽ ചർച്ചയിലും എല്ലാത്തിലും പോകുന്ന ഒരാളായതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു അന്തം അതെ അത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് നമ്മളെ എ പി അബൂബക്കർ മുസ്ലിയാർ അംഗീകരിച്ച കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാരുടെ തഫ്സീർ എടുക്കട്ടെ. എ പി അബൂബക്കർ മുസ്ലിയാർ അംഗീകരിച്ചത് അമാനി മൗലവി പറഞ്ഞത് അത് എടുക്കട്ടെ. നിങ്ങളെ ഒരു രീതി കണ്ടപ്പോ എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എനിക്ക് ഏത് രീതിയും നിങ്ങൾ എടുക്കട്ടെ. അല്ലെങ്കിൽ എ പി സുന്നികള് തഫ്സീർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ തഫ്സീർ കബീർ എടുക്കട്ടെ. ഏത് എ പി സുന്നികൾ ആരാ? അതും നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾക്ക് ആരിനെ അറിയാം? നിങ്ങൾക്ക് മുഹമ്മദ് നബി ആരാ അറിയോ? അറിയാ. നന്നായി. എന്നാ ഈ മുഹമ്മദ് നബി മക്കയിലെ മുശ്രിക്കുകളെ 4 മാസത്തെ സമയം കൊടുത്ത് കൊല്ലാൻ ഉത്തരവിട്ടത് സൂറത്തു തൗബയിലാണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയില്ല. നമുക്ക് ഖുർആൻ ഒന്ന് എടുത്ത് വായിച്ചാലോ? എങ്ങനെ ഉണ്ടാവും? തഫ്സീർക്കൊക്കെ നമുക്ക് പിന്നെ പോവാം. ഖുർആനിൽ നമുക്ക് വായിക്കാം. ഒരു 4-5 ആയത്തല്ലേ വായിക്കാം. നമുക്കേ ഖുർആൻ ഒന്ന് വായിക്കാന്ന്. എന്താ കാരണം? എന്താ ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്നൊരു താല്പര്യം പോക്ക്? അതങ്ങനെയാണ്. കാരണം ചില ആൾക്കാരോട് പിന്നെ സംസാരിക്കുമ്പോ നമുക്ക് മനസ്സിലാവും എന്താണ് ഇയാളുടെ അടുത്ത് പറഞ്ഞാൽ നിൽക്കൂല, ഇനി ഓടിപ്പോണതാണ് നല്ലത് എന്ന്. അങ്ങനെ തന്നെ. അത് തന്നെ. രാത്രി 11 മണിക്ക് ഒരാളെ വിളിച്ചിട്ട് വലിയ ഡയലോഗ് അടിക്കാൻ വിളിച്ചിട്ട് കയ്യിൽ നിന്ന് പോകുന്നാകുമ്പോ പിന്നെ ഓരോ നമ്പർ ഇറക്കാൻ പോയും. മനസ്സിലായോ? അങ്ങനെ തന്നെ. അങ്ങനെ നിങ്ങൾ പോയിക്കോളി, കുഴപ്പമില്ല. അങ്ങനെ ശരി. എന്നാ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല.